വിധിയുണ്ട്. അതിനനുസരിച്ച് ആരൊക്കെ കൂടണമെന്നൊരു തീരുമാനമുണ്ട്. അവർ കൂടും. അല്ലാണ്ട് വിശ്വാസമില്ലാത്ത കക്ക നടക്കുന്ന നിങ്ങളാണോ ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്? ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? ആചാരങ്ങൾ വഴിമാറി പുരോഗമന ചിന്താഗതിയിലൂടെ ഒരു സമൂഹത്തെ നയിക്കുന്നതിലാണ് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. ആ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് അതോടുകൂടി തന്നെ നവോത്ഥാന പാതയിലൂടെ മുന്നേറുമ്പോൾ അതിന് തുരങ്കം വയ്ക്കാനായിട്ട് ചില രാഷ്ട്രീയ വിഷാദങ്ങൾ, ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗവൺമെന്റിനെതിരെ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് വന്നു. ഞങ്ങളത് ഉൾക്കൊള്ളുന്നു. അതിനകത്ത് പൊതുവികാരം ഞങ്ങൾക്കെതിരായി എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ ദുഷ്ടലാക്കുകളുടെ മുമ്പിൽ നിങ്ങൾ അടിയറവ് പറയുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇച്ഛാശക്തി നിങ്ങൾക്ക് നഷ്ടമായി എന്നാണ് പറഞ്ഞ അതിന്റെ അർത്ഥം. ഒന്നുകിൽ ഒരു നിലപാടിൽ ഒന്നുകിൽ നമ്മൾ അവിടെ നിൽക്കുക, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുക. ഒന്നുകിൽ ഇച്ഛാശക്തി അല്ലെങ്കിൽ അടിയറവ്, ഏതെങ്കിലും ഒന്ന് താങ്കൾ സംഭവിക്കണം. ഇപ്പോ അല്ല പറഞ്ഞല്ലേ ഉള്ളൂ. കേട്ടല്ല, ഞങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അതിൻ്റെതായിട്ടുള്ള മതേതര ജനാധിപത്യ കാഴ്ചപ്പാടുണ്ട്, നവോത്ഥാന കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശബരിമലയിൽ ഇന്ന് വരെ ഉണ്ടായിരുന്ന ആചാരങ്ങൾ മാറ്റി ഏത് പ്രായത്തിലുമുള്ള സ്ത്രീകളെ അവിടെ കയറ്റിവിടാൻ. അതാണ് മെയിൻ. ഇടതുപക്ഷത്തിന്റെ ശരിയായ പുരോഗമന ചിന്ത എന്ന് പറയുന്നത് ശബരിമലയിൽ യുവതീ പ്രവേശനം വേണം എന്നതാണ്. പക്ഷേ വിശ്വാസപരമായി ഇപ്പൊ വലിയ എതിർപ്പുകൾ, ജനവികാരം അതിനെതിരായി നിലനിൽക്കുന്നത് കൊണ്ട് അത് തിരിച്ചറിഞ്ഞ് നമ്മൾ ഭരണപരമായ തീരുമാനം മറിച്ചാക്കി എടുക്കുന്നു. എന്ന് വെച്ചാൽ യുവതീ പ്രവേശനം വേണ്ട, ആചാരം സംരക്ഷിച്ചു പോട്ടെ എന്നുള്ള നിലപാടിലേക്ക് നമ്മൾ വരുന്നു എന്ന്. അങ്ങനെയാണോ? അഡ്വക്കേറ്റ് ബാലദേവന്റെ കണക്ഷനിൽ എന്തോ പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചേ കേട്ടില്ല. ശ്രീജി, എന്ത് പോക്കത്തിലോട് താനീ പറയുന്നത്? ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടല്ലോ. ജിൻഡോ ജോൺ, ചോദ്യം എന്നോടാണോ? അതെ. കുഴപ്പമില്ല, ഞാൻ ചോദ്യം എന്നോടല്ലെന്ന് വിചാരിച്ചു. സംശയമൊന്നുമില്ലല്ലേ? ഞാൻ ചോദിച്ചത് എന്ന് വെച്ചാൽ നമുക്ക് ആഗ്രഹമുണ്ട് ശബരിമലയിൽ യുവതികൾ പോകണമെന്ന്, പക്ഷെ അതിന് പറ്റിയ സാഹചര്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ പോകണ്ട എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയല്ലേ? ഞാൻ കുടുങ്ങി ചാർലി. ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും ഒരു നവോത്ഥാന പാതയിലൂടെ ഒരു ഗവൺമെന്റ് മുന്നേറുമ്പോൾ, വിശേഷിച്ച് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം ഒരു നവോത്ഥാന ചിന്താഗതിയിലൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും തെറ്റായ ചില ആചാരങ്ങൾ മാറ്റിമറിക്കണം. ഒടുവിൽ ശ്രീ ബലദേവ് നിരീക്ഷിച്ച ആ നിരീക്ഷണം, അതിനോട് കോൺഗ്രസ് പാർട്ടി യോജിക്കുന്നുണ്ടോ? റാഷിദേ, അദ്ദേഹം പറയുന്ന കാര്യം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ ശരിയാണെന്ന് തോന്നും. അതിലൊരു വലിയ അപകടമുണ്ട്. എല്ലാ സമുദായങ്ങളിലും എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആചാരങ്ങളിൽ കാലത്തിനനുസൃതമല്ലാത്തതും അതിൽ കുഴപ്പങ്ങളുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യന്റെ നീതിബോധത്തിന് ചേരാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അതാത് സമുദായങ്ങളിലും മതങ്ങളിലുമുള്ള നവോത്ഥാനത്തിലൂടെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യപ്പെടാൻ. കേരളത്തിലെ എല്ലാ മതവിശ്വാസങ്ങളിലുമായിട്ടുള്ള ആളുകൾ വളരെ കുറച്ച് സംഘപരിവാർ കഴിച്ചു കാര്യം ഒഴിച്ച് ബാക്കി മുഴുവൻ മനുഷ്യർക്കും കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ട്. ആഞ്ജനേയ സ്വാമി, നിങ്ങളുടെ നേതാവ് ഇത് സുവർണ അവസരം എന്ന് പറഞ്ഞു. നിങ്ങൾ ഇതിനൊരു സുവർണ അവസരമായിട്ട് എടുത്തു. അപ്പോൾ പോലും കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, UDFന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരം പരമാവധി അക്രമങ്ങൾ ഇല്ലാതിരിക്കുകയും ഈ വിശ്വാസത്തിന്റെ ഈ പ്രശ്നത്തിന്റെ രാഷ്ട്രീയം ചൂണ്ടിക്കാണിക്കുക ചെയ്തത്. ഒരു ജിൻഡോ ജോൺ പറയുന്നതിൽ ഒരു ചുക്കും ചുണ്ണാമ്പൂല്ലെന്ന്. ഇവരുടെ ആളുകൾ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട സമയത്ത് ഇവരുടെ ആളുകൾ ഉണ്ടായിരുന്നില്ലെന്ന്. ഇവർ ആ പത്തനംതിട്ടയിൽ ഇവരുടെ ഷർട്ടും മുണ്ടും ചുളിയാ ഇവര് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഇവര് കുറച്ച് ആളുകൾ പത്തനംതിട്ടയിൽ ഒരു പന്തലും കെട്ടിയിട്ട് സമരം നടത്തി എന്ന് വാക്കാവുന്നല്ലാതെ ഇവരെ വിശ്വാസികൾക്ക് ഒപ്പം നിന്ന പ്രവൃത്തി ഏതാ ഒന്ന് ചൂണ്ടിക്കാണിച്ച്. സ്വർണ്ണപ്പാളിക വിഷയത്തിലായിക്കോട്ടെ, ഈ അയ്യപ്പ സംഗമ വിഷയത്തിലായിക്കോട്ടെ, അയ്യപ്പ സംഗമം ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ തട്ടിപ്പ് സംഗമം നടത്തിയ സമയത്ത് അതിന്റെ അപ്പുറത്ത് ലക്ഷക്കണക്കിന് വിശ്വാസികളെ നിരത്തിക്കൊണ്ട്, യഥാർത്ഥ അയ്യപ്പ വിശ്വാസികളെ നിരത്തിക്കൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള സംഗമത്തെ, എന്താണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള സംഗമത്തെ നിങ്ങൾ കണ്ടില്ല? നിങ്ങൾ ആ പ്രവൃത്തി കണ്ടില്ല? കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. അവിടെ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടായ്മ നിങ്ങൾ കണ്ടില്ല. അങ്ങനെയാണ് കൃത്യമായിട്ടുള്ള വിശ്വാസി കൂട്ടായ്മ നടത്തുക എന്ന് കേരള സമൂഹത്തിലെ വിശ്വാസി സമൂഹത്തിന് കാണിച്ചു കൊടുത്ത പ്രവൃത്തി നിങ്ങൾ മനസ്സിലാക്കണം. ബൽദേവ് എന്താ പറഞ്ഞു വെക്കുന്നത്? ബൽദേവ് പറഞ്ഞു വെക്കുന്നത് തന്നെയാണ് പൊതുസമൂഹത്തിനോട് നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വിശ്വാസികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനം ഇന്നും യുവതികളെ കയറ്റണമെന്നും ശബരിമലയ്ക്കകത്ത് ആചാരലംഘനം നടത്തണമെന്നുള്ള അതേ അജണ്ടയിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് ബലദേവ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയല്ലേ? നിങ്ങൾ ചോദിക്കുന്നു അവിടെ ആഗ്രഹമുള്ള വനിതകൾ ഇനിയുമുണ്ട്. ബലദേവ് എവിടെ കാണിച്ചേ? നിങ്ങൾ ഈ 3-4 കയറ്റിയല്ലോ, അവിടേക്ക് 3-4 സ്ത്രീകളെ കയറ്റിയല്ലോ. ഈ 3-4 സ്ത്രീകളെ കയറ്റുന്ന സമയത്ത് ആഗ്രഹമുള്ള വനിതകൾ ആരും അവിടെ വന്നതായിട്ട് കണ്ടില്ലല്ലോ.
നവോത്ഥാനം എന്ന് പറയപ്പെടുന്ന ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് മാത്രം ഓടിക്കാനാണ് നവോത്ഥാനം കാണിക്കുന്നത്. അവിടെയാണ് കൃത്യമായി റാഷിദെ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ റിലീജിയസ് പ്രാക്ടീസ് റെസ്ട്രിക്ട് ചെയ്യുന്നത് ഒരു വിഭാഗത്തിൻ്റെതാണ് എന്നുള്ളിടത്താണ് ഇവരുടെ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് പറയപ്പെടുന്നത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് നിങ്ങളുടെ പ്രസിഡന്റോട് പറഞ്ഞേക്ക്. പ്രത്യക്ഷത്തിൽ കണ്ട സമയത്ത് വിശ്വാസികൾ കൃത്യമായി അതിനെ എതിർത്ത സമയത്ത് തെരുവിൽ അതിനെ നേരിടാൻ ഇവർക്ക് സാധിക്കാതെ വന്ന സമയത്ത് രാഷ്ട്രീയപരമായി ഇവർ തകർന്നു എന്ന് മനസ്സിലാക്കിയപ്പോ അവർ ഒരു ടെററിസ്റ്റുകൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഇവർ അത് പിൻവാങ്ങിയിട്ടില്ല. ബലദേവന്റെ വാക്കുകൾ അത് വ്യക്തമല്ലേ? മാനം കൊടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാൾ. അവിടെയുള്ള ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ യുവതികൾ കയറേണ്ടത് തീരുമാനിച്ചപ്പോ നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ ഒരു വനിതാ നേതാവ് എന്താ പറഞ്ഞത്? അവിടെ യുവതികളെ കണ്ട അയ്യപ്പന് കൺട്രോൾ പോകും, കടുക്ക വെള്ളം കുടിപ്പിക്കണമെന്ന്. അയ്യപ്പൻ നേരാണെന്ന് ചോദിക്കവളോട് അല്ല നമ്മൾ പറയട്ടെ, ഇപ്പൊ സഖാവല്ല എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ, കൺട്രോൾ പോകാനായിട്ട്. അങ്ങനെയുള്ള വൃത്തികേടുകൾ മുഴുവൻ ക്ഷേത്ര വിശ്വാസികളുടെ നെഞ്ചത്തൊക്കെ വന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിയോ? ആ ക്ഷേത്ര വിശ്വാസികളുടെ നെഞ്ചിൽ കയറുന്ന ഈ വൃത്തികേടുകൾ, ഈ ആഭാസത്തരങ്ങൾ എല്ലാം ഇടതുപക്ഷത്തിന്റെ നേതാവ് തലങ്ങും വിലങ്ങും നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞ സമയത്ത്, അതൊക്കെ നിങ്ങൾ നടത്തിയ സമയത്ത് ഇത് നിങ്ങൾ ജനങ്ങളുടെ വികാരം അനുസരിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. വിശ്വാസികളുടെ വികാരം അനുസരിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. ക്ഷേത്രാചാരങ്ങൾ സംരക്ഷിക്കണമെന്ന അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ അത് തകർക്കണമെന്ന അജണ്ടയാണ് നിങ്ങൾക്കുള്ളത്. ഒപ്പം നിങ്ങൾ ജനാധിപത്യ, മതേതരത്വ, സാമൂഹിക, സാംസ്കാരിക നിലപാടാണ് പറയുന്നതെങ്കിൽ എല്ലാ മതങ്ങളോടും ഈ നിലപാട് നിങ്ങൾ കാണിക്കണ്ടേ? എല്ലാ വിശ്വാസ സമൂഹത്തിനോടും ഈ പ്രവർത്തി നിങ്ങൾ കാണിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ സമത്വ സുന്ദരമായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ഇവിടെ തിരുത്താനുണ്ടല്ലോ. പിന്നെ ഒരു ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ ഒരു തിരുത്തൽ ഉണ്ടാകണമെങ്കിൽ അതിന്റെ ആചാര്യന്മാരുണ്ട്, അതിനൊരു വിധിയുണ്ട്, അതിനനുസരിച്ച് ആരൊക്കെ കൂടണമെന്നൊരു തീരുമാനമുണ്ട്. അവർ കൂടും. അല്ലാണ്ട് വിശ്വാസമില്ലാത്ത കാക്ക നടക്കുന്ന നിങ്ങളാണോ ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്? നിങ്ങൾ ഇത്തിരി കൂടി പോയ സാർ. ഇല്ല, കറക്റ്റ് അളവാ. BJP ആവേശം കൊള്ളുന്നതും വൈകാരികമായി പറയുന്നതൊന്നും അന്ന് കുറെ കൂടി അക്രമ സ്വഭാവത്തോടു കൂടി തെരുവിലിറങ്ങി സമരം ചെയ്തു. എന്നിട്ട് പോലും വിശ്വാസികൾ അത് മുഖവിലക്കെടുത്തില്ല, BJP മുഖവിലക്കെടുത്തില്ല എന്നാണ് പറയുന്നത്. ഒരു ജിൻഡോ ജോൺ പറയുന്നതിൽ ഒരു ചുക്കും ചുണ്ണാമ്പൂല്ലെന്ന്. ഇവരുടെ ആളുകൾ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട സമയത്ത് ഇവരുടെ ആളുകൾ ഉണ്ടായിരുന്നില്ലെന്ന്. ഇവർ ആ പത്തനംതിട്ടയിൽ ഇവരുടെ ഷർട്ടും മുണ്ടും ചുളിയാൻ ഇവർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കും എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ താങ്കളോട് തുടക്കത്തിൽ ചോദിച്ചിരുന്നു. അപ്പൊ എനിക്കത് മനസ്സിലാകാത്തതുകൊണ്ടാണെന്ന് താങ്കൾ പറഞ്ഞു. ഈ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന പണിയല്ലേ അപ്പൊ BJP എടുത്തുകൊണ്ടിരിക്കുന്നത്? ഉല്ലാസ് ബാബു, വായിക്കെടുക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുത് കേട്ടോ. രാഷ്ട്രീയപരമായിട്ട് ഇടതുപക്ഷ സർക്കാർ അയ്യപ്പനെ വെച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തി പൊതുസമൂഹത്തിന് മുമ്പിൽ ഹിന്ദു വോട്ടുകൾക്ക് വേണ്ടി രാഷ്ട്രീയ താല്പര്യാർത്ഥം പ്രവർത്തി നടത്തിയ സമയത്ത് അതല്ല ശരിയെന്നും യഥാർത്ഥ വിശ്വാസികൾ വിശ്വാസ കൂട്ടായ്മ അപ്പുറത്ത് നടത്തിയത് നമ്മളെല്ലാവരും കണ്ടതല്ലേ എന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ താല്പര്യത്തിന് ഉപയോഗിക്കാനുള്ള മെറ്റീരിയലാക്കി ഹിന്ദു ദൈവങ്ങളെ കാക്ഷത്തും തോളത്തും കൊണ്ട് ഇടതുപക്ഷം കൊണ്ട് നടക്കുന്നിടത്താണ് ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നത്. ചായ കുടിച്ചോ? തീർച്ചയായിട്ടും പൊതുപ്രതിബദ്ധത, ആ പബ്ലിക് കമ്മിറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഗവൺമെന്റ് ഒരു തീരുമാനം ഉണ്ടാവും. അല്ല, വിശ്വാസമില്ലാത്ത തീരുമാനമെടുത്ത് എന്ത് നിലപാടാണ് ബൽദേവ്? തന്റെ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ആർക്കാ വിശ്വാസമുള്ള? നിങ്ങൾക്ക് എന്തോത്തിന്റെ വിശ്വാസമാണ്? നടപടികൾ അനുസരിച്ച് നമുക്ക് വീണ്ടും ഈ വിഷയത്തിൽ ഇരിക്കാം. ചോദിച്ച പാർട്ടിയുടെ നേതാവല്ലേ ബൽദേവ്? ശരി, വളരെ കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.